ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا وحبيبنا محمد صلى الله عليه وسلم قد جاءكم شهر رمضان شهر مبارك افترض عليكم صيامه يفتح فيه أبواب الجنة ويغلق فيه أبواب الجحيم أو كما قال شفيع الورى رسول الله صلى الله عليه وسلم പിന്തിക്കുവാൻ പാടില്ല വേഗം വേണ്ടതാ എന്നും ഹദീസ് ഇജ്മാഇനാൽ സ്ഥിരപ്പെട്ടതാ പിന്തിച്ച് പോയാൽ അതിനു വേണ്ടി പിന്നെയും തൗബ വുജൂബെന്നാണ് നിയമം തന്നെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ വിശാലമായ സ്വർഗ്ഗപൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളെയും കാരുണ്യവാരിധിയായ തമ്പുരാൻ അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് ഈ പുണ്യമാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കാരണവന്മാർ, ബന്ധുമിത്രാദികൾ, മക്കൾ, മരുമക്കൾ, കൂട്ടുകുടുംബാദികൾ, കൂടപ്പിറപ്പുകൾ, ഇവരിൽ നിന്നൊക്കെ ആരെല്ലാം മരണപ്പെട്ടു പോയി ഏതെല്ലാം ഖബറുകളിലാണുള്ളത് ആ ഖബറുകളെ ഒക്കെ അല്ലാഹു തആല സന്തോഷത്തിൻ്റെ ഭവനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ദീർഘകാലം ജീവിക്കുവാനുള്ള ഭാഗ്യം റഹ്മാനായ റബ്ബ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഈ ഭവനത്തിൽ ജുമാ നമസ്കാരത്തിനായി പരിശുദ്ധ വെള്ളിയാഴ്ച, അവസാന വെള്ളിയാഴ്ചയുടെ പരിപാവനമായ സമയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെല്ലാവരും നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ എഴുത്തിക്കാത്തിരിക്കുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്തോടു കൂടിയിരിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ
അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 2 മാസം മുൻപേ നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ആ വലിയ വിജയം, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മൾ ദുആ ചെയ്തിരുന്നല്ലോ. ആ ദുആയിലൂടെ നമ്മൾ റമളാനിലേക്ക് എത്തിച്ചേർന്നു. ആ പുണ്യമായ ദിനരാത്രങ്ങൾ 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിൽ നിന്നും മടങ്ങിപ്പോവുകയാണ്. ആ മടങ്ങിപ്പോകൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സുഹൃതങ്ങൾ ധാരാളമായി ചെയ്യാൻ സമയം കണ്ടെത്തിയ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിടമുറച്ചിലാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു ദമ്പതിമാരിൽ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ ഭാര്യ ഗർഭിണിയായി കഴിയുമ്പോൾ ആ ഇണകൾക്ക്, ആ ദമ്പതിമാർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. പിന്നെ ഓരോ ദിവസങ്ങളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ മാസങ്ങളും വളരെ സൂക്ഷിച്ചുകൊണ്ട്, ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട്, തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സൂക്ഷിച്ചുകൊണ്ട് മാതാവും ഒരു വേള പരിശുദ്ധമായ റമളാനിലെ നോമ്പുകളെ പോലും ഒഴിവാക്കിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സദാ ജാഗരൂകരായി കഴിഞ്ഞിരുന്ന ആ ദമ്പതിമാർ, ആ കുഞ്ഞിൻ്റെ വളർച്ചയും ആ കുഞ്ഞിൻ്റെ അനക്കവും അതിൻ്റെ ചലനങ്ങളുമെല്ലാം അകത്തും പുറത്തുമെന്ന് സ്പർശിച്ചുമൊക്കെ മനസ്സിലാക്കി, മനസ്സിൽ വല്ലാത്തൊരു കുളിരുമായി തനിക്ക് വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ദമ്പതിമാർ കഴിഞ്ഞുകൂടുന്നത്. എന്ത് പേരാണ് ഇടേണ്ടത്? ആണാണെങ്കിൽ എന്ത് പേരിടണം, പെണ്ണാണെങ്കിൽ എന്ത് പേരിടണം, എങ്ങനെ വളർത്തണം, എത്തരത്തിലായിരിക്കണം, നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയായിരിക്കുമോ, ഉമ്മയെ പോലെയോ വാപ്പയെ പോലെയോ എന്നൊക്കെയുള്ള സംസാരങ്ങളിലും സന്തോഷങ്ങളിലുമായി കഴിഞ്ഞുകൂടുകയും, അങ്ങനെ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം 9 മാസത്തിന് ശേഷം 10-ാം മാസത്തിൽ ആ കുട്ടി പുറത്തേക്ക് വരികയും ആ പല്ലില്ലാത്ത മോണയിലേക്ക് നോക്കി, സുന്ദരമായ മുഖത്തേക്ക് നോക്കി, ഗർഭസ്ഥ ശിശുവിൻ്റെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ തവിളിൽ നെറ്റിത്തടങ്ങളിൽ ഉമ്മ വെച്ചുകൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിലുള്ള ആ വാസനകളെല്ലാം വാസനിച്ച് സന്തോഷത്തോടു കൂടി കുറേയൊക്കെ ഇങ്ങനെ ലാളിച്ച് വല്ലാത്ത ആവേശത്തോടെ, ആഗ്രഹത്തോടെ, എല്ലാ രീതിയിലും പുത്തനുടുപ്പുകളൊക്കെ വാങ്ങി വല്ലാതെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ആ കുട്ടി, ആ സന്തോഷം അല്ലെങ്കിൽ ആ ദമ്പതിമാരുടെ സന്തോഷം തീരുന്നതിന് മുൻപ് അല്ലാഹുവിൻ്റെ ഖദറിൽ വഴിപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സങ്കടം എന്താണോ അതുപോലെ ഒരു സങ്കടമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമളാനിന്റെ ഈ 30 ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫുകളായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ പരിശുദ്ധമായ റമളാനിന്റെ പകുതി കഴിയുമ്പോഴേക്കും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ധാരധാരയായി ചാടുമായിരുന്നു അത്രേ. തങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ സുന്ദര നിമിഷങ്ങൾ അല്ലാഹു തആല യാതൊരു തടസ്സവും കൂടാതെ ദുആകൾ സ്വീകരിച്ചിരുന്ന, ഒരുപാട് പുണ്യങ്ങളെല്ലാം വാരിക്കോരി തന്നിരുന്ന ഈ സുന്ദരമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള വല്ലാത്ത സങ്കടത്തോടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടു പോയ ദമ്പതിമാർക്കുള്ളതിനേക്കാൾ സങ്കടത്തോടു കൂടി അവരാ ദിനരാത്രങ്ങളെ വിട പറയുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൊരു ഹദീസിൽ, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ രാത്രിയാകുമ്പോൾ, അതായത് പെരുന്നാൾ രാവായി കഴിയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖത്തിസ് സമാവാതു വൽ അർളു വൽ മലായികതു, ആകാശങ്ങളും ഭൂമികളും മലക്കുകളുമെല്ലാം സങ്കടം കൊണ്ട് കരയുകയാണ്, ആ തട്ടഹസിച്ച് കരയുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിനുണ്ടായിട്ടുള്ള വല്ലാത്തൊരു തീരാ നഷ്ടത്തിന്റെ പേരിൽ ആകാശഭൂമികൾ, അല്ലാഹുവിന്റെ മലക്കുകൾ, സമുദ്രത്തിൽ കൂടി മുകളിൽ നടക്കുന്നതായ മത്സ്യങ്ങൾ, ചുറ്റുപാട് നിൽക്കുന്നതായ സസ്യലതാദികൾ, നമ്മുടെയൊക്കെ പള്ളിക്കാടുകളിൽ കബറടക്കിയിട്ടുള്ളതായ വിശ്വാസികൾ, അങ്ങനെ ഭൂമിയിലുള്ള സകലമായ വസ്തുക്കളും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിനുണ്ടായിട്ടുള്ളതായ നഷ്ടത്തിന്റെ പേരിൽ വല്ലാതെ അലമുറയിട്ട് കരയുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
വിപത്താണ്, എന്ത് വിപത്താണ് പ്രവാചകരെ. മുഹമ്മദ് നബിയുടെ സമുദായത്തിന് എന്ത് അപകടമാണ് വന്നിട്ടുള്ളത്, എന്ത് വിപത്താണ്, എന്ത് നാശമാണ് പ്രവാചകരെ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, അത് മറ്റൊന്നുമല്ല, കുടുംബങ്ങളിൽ നിന്നും ആരും മരണപ്പെട്ടു പോകലില്ല, രോഗം വ്യാപകമാകലില്ല, സമ്പത്ത് കുറഞ്ഞു പോകലില്ല, സൗകര്യങ്ങൾ കുറഞ്ഞു പോകലില്ല, അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടു പോകലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് റമദാനിന്റെ വേർപിരിയലാണ് സ്വഹാബ, റമദാനിന്റെ വേർപിരിയലാണ് സ്വഹാബ. കാരണം ആ വിശുദ്ധമായ റമദാനിൽ എന്ത് ദുആ ചെയ്താലും അല്ലാഹ് അത് സ്വീകരിക്കുമായിരുന്നു. എത്ര നന്മ ചെയ്താലും ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുമായിരുന്നു. എത്രത്തോളം വലിയ തെറ്റുകളാണെങ്കിലും അതെല്ലാം പടച്ചവൻ മാപ്പ് നൽകുമായിരുന്നു. അങ്ങനെയുള്ള സുന്ദരമായ റമദാൻ ഇതാ കഴിഞ്ഞു പോവുകയാണ്. അതാണ് സ്വഹാബത്തെ, അതാണ് സ്വഹാബത്തെ, അതാണ് സ്വഹാബത്തെ. ആകാശഭൂമികൾ സങ്കടപ്പെടാനുള്ള കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പറയുന്നു, സ്വഹാബ സ്വഹാബത്തെ, പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, നമ്മളാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് കരയേണ്ടത്. സസ്യലതാദികൾക്ക് ഹിസാബില്ല കേട്ടോ, പക്ഷി മൃഗാദികൾക്ക് ഹിസാബില്ല കേട്ടോ, അവർക്ക് പരിശുദ്ധമായ റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല കേട്ടോ, അവർക്ക് സ്വർഗ നരകങ്ങൾ കാത്തിരിക്കില്ല കേട്ടോ. സ്വർഗ നരകങ്ങൾ കാത്തിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ ജീവിച്ച് മരിച്ച മനുഷ്യന്മാർക്കാണ് സ്വർഗ നരകങ്ങളുള്ളത്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടത് നമ്മളല്ലേ, ഏറ്റവും കൂടുതൽ കരയേണ്ടത് നമ്മളല്ലേ. ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവരാണുള്ളത്, അല്ലാഹുവിനെ ഓർത്ത് വിഷമിച്ചവരാണുള്ളത്, അല്ലാഹുവിന്റെ നരകത്തിനെ ഓർത്ത് കരഞ്ഞവരാണുള്ളത്. അങ്ങനെ പരിശുദ്ധമായ റമദാനിൽ കഴിഞ്ഞു പോവുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അല്ലയോ പുണ്യങ്ങളുടെ മാസമേ, നിനക്ക് ഞങ്ങൾ ഇതാ വിടർത്തുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ മാസമേ, നിനക്ക് ഞങ്ങൾ ഇതാ സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റൽ തറാവീഹ്, നിറകണ്ണുകളോടെ, വിരുമ്പുന്ന മനസ്സോടെ, വിരുമ്പുന്ന ചുണ്ടുകളോടെ ഞങ്ങളിതാ ശഹ്റു റമദാനേ, തറാവീഹിന്റെ മാസമേ, നിങ്ങൾക്ക് ഞങ്ങൾ വിട പറയുകയാണ്. നീ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോവുകയാണ്. പടച്ചവന്റെ മുന്നിൽ പോയി വാർത്തകൾ പറയാൻ പോവുകയാണ്. ഈ 500 ഭാരത മുഅ്മിനീങ്ങളായ ഞങ്ങളെ പറ്റി വിശുദ്ധ റമദാനേ നീ നല്ലത് മാത്രം പറയണമേ, നിന്നെ പരിഗണിച്ചില്ല എന്ന് അല്ലാഹുവോട് നീ ഒരു കാരണവശാലും പറയില്ല. റമദാനേ, ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ വളരെയധികം തെറ്റുകാരാണ്. നീ ഒരിക്കലും ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കല്ല കേട്ടോ, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണം കേട്ടോ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ എന്ന് 5 നേരവും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പ്രതികൂലമാക്കല്ല എന്ന് ദുആ ചെയ്യാറുണ്ട്. കാരണം എന്തെന്നറിയുമോ? നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് റമദാനിലാ ഒരു രൂപം പ്രാപിച്ച് കടന്നു വരികയാണ്. മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് റമദാൻ കടന്നു വരും. റമദാൻ ഇങ്ങനെ മഹ്ശറാകുന്ന സമയത്ത് എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ അന്വേഷിച്ച് നടക്കും. അല്ലാഹു ചോദിക്കും, എന്താണ് റമദാൻ നീ അന്വേഷിക്കുന്നത്? നീ ആരെയാണ് തിരയുന്നത്? റമദാൻ പറയും, ഞാൻ സ്വർണ്ണ കിരീടങ്ങൾ വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തേടുന്നതായ മുഅ്മിനീങ്ങളായ ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്നെ പരിഗണിച്ചതായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്, ഈ മഹ്ശറ സഭയിലുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ സ്വർഗത്തിനാലുള്ള കിരീടം ചാർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അന്വേഷിക്കുകയാണ് എന്ന് പരിശുദ്ധമായ റമദാൻ അല്ലാഹു പറയുന്നത്രേ. പ്രിയമുള്ളവരെ, ആ റമദാൻ ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ, ആ റമദാൻ ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അതിന് നമ്മൾ പരിഗണിക്കണം. ആ പരിഗണന ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് റസൂൽ പറഞ്ഞത്, അത് റമദാൻ, നിങ്ങളിൽ റമദാൻ ഉള്ളിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് റമദാൻ മാസത്തിലാണ് കേട്ടോ. ശഹ്റുൽ മുബാറകുൻ, വല്ലാത്ത അത്ഭുതങ്ങളുള്ള വല്ലാത്ത ബറക്കത്തുള്ള ഒരു മാസമാണ് കേട്ടോ. ഇഫ്തറദ അലൈക്കും സിയാമഹു, ആ റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ
നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം മാത്രമല്ല സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്, സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നരകത്തിന്റെ വാതിലുകൾ തീരെ അടക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെ സീൽ വെക്കപ്പെട്ടിരിക്കുകയാണ്, ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല മനുഷ്യരെ വെളിവിളിപ്പിക്കുന്നതായ പിശാചിനെ ബന്ധനസ്ഥരാക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിവരിക്കുകയാണ്, വല്ലാത്ത ആവാസത്തോടെ വല്ലാത്ത ആഗ്രഹത്തോടെ മുസ്ലിമീങ്ങൾക്ക് സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, റമദാൻ എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലില്ല, റമദാൻ എന്ന് പറഞ്ഞാൽ രാത്രികളിൽ വിഭവസമൃദ്ധമായ പല നിറത്തിലുള്ളതായ അന്നപാനീയങ്ങൾ കഴിക്കലില്ല. റമദാൻ എന്നാൽ രാത്രികാലങ്ങളിൽ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്ന മാസമല്ല. റമദാൻ എന്നാൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന മാസമാ, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടുന്ന മാസമാ. അന്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായമായി എന്ന ഒരൊറ്റ ക്ലാരിറ്റിയുടെ പേരിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മുതൽ എണ്ണിത്തുടങ്ങാവുന്ന മഹത്തരമായ സുന്ദരമായ രാത്രി മാത്രമുള്ള ഒരു രാത്രി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. അങ്ങനെ ലൈലത്തുൽ ഖദറുള്ള മാസമാണ് റമദാൻ. ആ റമദാനിനെ ആരതിന്റെ ഹുർമത്തിനെ പവിത്രതയെ പാലിച്ചുവോ അവനെ അല്ലാഹു തആല നരകത്തിനെ തൊട്ടുകാക്കുന്നതാണ്. അതിന്റെ പവിത്രതയെ ആര് കണക്കാക്കിയില്ലയോ, അതിന്റെ പവിത്രതയെ മാനിക്കാത്തവരുണ്ടോ, അല്ലാഹു തആല അവനെ മാനിക്കുന്നതല്ല. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പുണ്യമായ റമദാൻ 4-5 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകാം. നമ്മുടെ അടുക്കലൊക്കെ സലാം പറയാം. പള്ളിയിൽ വന്നിരുന്ന ആളുകളുടെ അടുക്കലൊക്കെ വന്ന് മലക്കുകൾ റമദാനെ കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ വന്നിട്ട് നമ്മുടെ അടുക്കൽ വന്ന് സലാം പറയും. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടാണ് പോവുക. തറാവീഹുകളിൽ പങ്കെടുത്തവരുടെ അടുക്കൽ വന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും പറയും. ആ സലാം നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിരുണ്ടാകും, വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും, വല്ലാത്തൊരു സങ്കടങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് റമദാൻ എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന്. അങ്ങനൊരു പ്രത്യേകമായ അനുഭൂതി ഇല്ലാതെ വെറുതെ റമദാൻ കഴിഞ്ഞു പോയാൽ തീരാ നഷ്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. ആ നഷ്ടത്തെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആര് പറഞ്ഞത് ആ നഷ്ടത്തെ സംബന്ധിച്ച്? ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ നഷ്ടത്തെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജിബ്രീലാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അള്ളാഹിന്റെ റസൂലാണ് ദുആ ചെയ്തത്. അള്ളാഹിന്റെ റസൂലാണ് ആമീൻ പറഞ്ഞത്. എന്തായിരുന്നു? റമദാൻ തീർന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹിനോട് പറയാൻ മനസ്സ് കാണിക്കാത്ത മുഅ്മിനായി ജീവിച്ച മനുഷ്യനുണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. അതിൽ പെടാതെ നമ്മളെല്ലാവരും നോക്കണം, അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു നഷ്ടം വല്ലാത്ത നഷ്ടമായി മാറും. അതുകൊണ്ട് ഇനിയുള്ള ഈ 5 ദിവസങ്ങൾ അല്ലെങ്കിൽ 4 ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി, വളരെയധികം കർത്തവ്യബോധത്തോടുകൂടി നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കേണ്ട സമയമാണ്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറാകുന്ന കുട്ടിയുടെ അവസാന സമയങ്ങളിൽ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ അവസാന സമയങ്ങളിൽ ഉണ്ടാകുന്ന ശ്രദ്ധ, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത്. കാരണം പരീക്ഷ എന്ന് പറയുമ്പോൾ ഇനിയും ആവർത്തിച്ചു വരാനുള്ളതാണ്. അവർ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഹാൾ ടിക്കറ്റ് മറന്നുപോയി കഴിഞ്ഞാൽ അവന്റെ പരീക്ഷയ്ക്ക് തടസ്സമാകുന്നത് പോലെ റമദാൻ കഴിയുന്നതിന് മുൻപ് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. നമ്മുടെ പ്രവേശന പാസ് അത് നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. അതെങ്ങനെ കരസ്ഥമാക്കും? അത് എവിടെ നിന്ന് കിട്ടും? അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? അതിൽ ഒന്നാമത്തെ മാർഗമാണ് തൗബ എന്ന് പറയുന്നത്. പാവങ്ങളിൽ നിന്ന് മാറി പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് ആ പാസിന്റെ പ്രവേശന രസീതിന്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഈ മുഅ്മിനായ എന്നെയും നിങ്ങളെയും ഒക്കെ പടച്ച റബ്ബാണ് പറയുന്നത്. നമ്മളെ പറ്റി നന്നായി അറിയാവുന്ന റബ്ബാണ് പറയുന്നത്. മുഅ്മിനേ, ഈമാനുള്ളവനെ, നിസ്കരിക്കുന്നവനെ, നോമ്പ് പിടിക്കുന്നവനെ എന്ന് പോലും അല്ലാഹു തആല അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ തൗബ ചെയ്യണം. തൗബത്തൻ നസൂഹ,
നസൂഹായ തൗബ ചെയ്യണം, അള്ളാഹുവിന് വേണ്ട തൗബ ചെയ്യണം. കാക്ക തൗബകളായി മാറാൻ പാടില്ല. അള്ളാഹുവിന് പുരുഷപ്പെട്ടതായ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നതായ തൗബ നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, 100 കൊലപാതകം ചെയ്തതായ തെമ്മാടിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പോലും അല്ലാഹു തആല ആ 100 കൊലപാതകത്തിന്റെയും തിന്മകളെല്ലാം മാറ്റി കൊടുക്കപ്പെട്ടു. എപ്പോ? പശ്ചാത്താപം മനസ്സുണ്ടായതുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ല. ആ കഥകൾ എല്ലാവർക്കും അറിയാമല്ലോ. 100 കൊലപാതകങ്ങൾ ചെയ്ത് ആ 100ാമത്തെ കൊലപാതകം നടത്തിയിട്ട് നാട്ടിലെ മഹാനായ ഒരു മനുഷ്യനോട് പോയി നന്മയെ പറ്റി അഭിപ്രായം തേടി ആ മഹാന്റെ അഭിപ്രായ പ്രകാരം നാട്ടിൽ നിന്നും പാലായനം ചെയ്തു പോകുമ്പോൾ ആ യാത്രയിലാണ് മരണപ്പെടുന്നത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, സുജൂദിലായിരിക്കുമ്പോഴല്ല, കഅബ തവാഫ് ചെയ്യുമ്പോഴല്ല, ഹജ്ജ് കഴിഞ്ഞ ഉടനെയല്ല. തെറ്റുകളിൽ നിന്നും പിന്മാറി നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോകുന്ന യാത്രാ മധ്യയാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നത്. ആ മനുഷ്യനാണ് അല്ലാഹു തആല സ്വർഗം നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഈ സമയങ്ങളിൽ പശ്ചാത്താപ മനസ്സോടുകൂടി നമ്മുടെ പടച്ചവനിലേക്ക് മടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഇസ്തിഗ്ഫാറുകൾ നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ, യാതൊരു ഉപകരണങ്ങളും ഉപമിക്കാൻ പറ്റാത്ത മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ പോലും എല്ലാ ദിവസവും ശവ്വാൽ മുതൽ അടുത്ത ശവ്വാൽ വരെ, ജനുവരി മുതൽ അടുത്ത ജനുവരി വരെ എല്ലാ ദിവസവും 100-ലധികം പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എവിടെ ചെന്ന് നിൽക്കണം? നമ്മളൊക്കെ എന്ത് നന്മ ചെയ്തിട്ടാണ്, നമ്മളെന്ത് സുഹൃതം ചെയ്തിട്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഈ റമദാനിൽ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ പാപിയായൊരു മനുഷ്യൻ, തെമ്മാടിയായൊരു മനുഷ്യൻ, ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്തിട്ടില്ല, യാതൊരു നന്മകളും ചെയ്യാത്ത മദ്യപാനിയായ, അഴുക്ക് ചാലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മദ്യപാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയാൾ മദ്യപിച്ചുകൊണ്ടാണ് ദിവസം ആരംഭിക്കുന്നത്. അയാൾ വിരിപ്പിലേക്ക് കയറിച്ചെന്ന് കിടക്കുമ്പോഴും മദ്യലഹരിയിലാണ് കിടന്നുറങ്ങുന്നത്. യാതൊരു വെളിവുമില്ലാതെ, യാതൊരു ബോധവുമില്ലാതെ അങ്ങനെ കഴിഞ്ഞുകൊള്ളുന്ന നേരത്തെ ഒരു ദിവസം അയാൾ മദ്യശാലയിലേക്ക് പോകുമ്പോൾ, അന്നത്തെ ദിവസത്തിൽ അല്പം താമസിച്ചാണ് എഴുന്നേറ്റ് മദ്യശാലയിലേക്ക് കടന്നു പോകുന്ന വഴി ആ നാട്ടിലെ ഒരു ദീനീ കലാലയത്തിൽ നിന്നും ഖുർആൻ ക്ലാസിന്റെ വചനങ്ങൾ കേൾക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതവ്വിരീൻ. ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവനായ റബ്ബിന് ഇഷ്ടമുള്ളത് ആരെയാണ്? തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ള ആളുകളെയുമാണ്. ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന റബ്ബിന് താല്പര്യം തൗബ ചെയ്യുന്ന ആളുകളെയും പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ള ആളുകളെയുമാണ്. ഈ മനുഷ്യൻ ആ ആയത്ത് ഖുർആനിക വചനം കേട്ടപ്പോ വല്ലാത്തൊരു സ്തബ്ധനായി പോയി. നെറ്റിലേക്ക് ഈമാനിന്റെ വിള്ളിതി വെട്ടി എന്ന് പറയാം. ആ മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, റബ്ബേ, ഞാനെന്തൊരു മനുഷ്യനാണ്, ഞാനെന്തൊരു തെമ്മാടിയാണ്. ഞാൻ ഈ ജീവിതം മൊത്തം ജീവിച്ചത് രാവിലെ മുതൽ മദ്യപാനിയായിട്ടാണ്. എന്റെ ശരീരം നജസാണ്, എന്റെ വയറ് നജസാണ്, എന്റെ ശരീരത്തിന് പുറത്തുള്ളതായ വസ്ത്രങ്ങളെല്ലാം അഴുക്ക് ചാലുകളിൽ മറിഞ്ഞു വീണി നജസാണ്. എന്നെ ഒന്ന് സ്വീകരിക്കുമോ എന്ന വല്ലാത്ത പേടിയോടുകൂടി ആ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന ആലിമായ പണ്ഡിതന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയും തന്റെ ആവലാദികളും വിഷമങ്ങളും എല്ലാം പറയുകയും ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, സഹോദരാ, നിന്റെ ഈ മനസ്സ് തന്നെ അല്ലാഹുവിന് മതി. നിന്റെ ഈ നന്മയോടുള്ള ആഗ്രഹമുണ്ടല്ലോ, പടച്ചവനെ പറ്റി നീ പേടിച്ചതുണ്ടല്ലോ, ആ ഒരു മനസ്സാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ നീ ഒന്നും ചെയ്യാൻ പാടില്ല. നീ വീട്ടിലേക്ക് പോകണം, കുളിച്ച് ശുദ്ധമാകണം, എല്ലാം കഴുകി വൃത്തിയാക്കണം. നിന്റെ ഈ കൊള്ളരുതാത്ത കാലഘട്ടത്തിൽ നീ ഉപയോഗിച്ചതായ വസ്ത്രങ്ങളൊക്കെ നീ ഉപേക്ഷിക്കണം, പാത്രങ്ങൾ നീ ഒഴിവാക്കണം. നീ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നല്ലവനായി ജീവിക്കണമെന്ന് നല്ല ഉപദേശം പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞിട്ടു. അങ്ങനെ ലോകം കണ്ട സുഖീവനായി ആ മനുഷ്യൻ മാറിയെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇനി തൗബയുടെ മാസമാണ്. ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും നമുക്ക് തൗബ ചെയ്യാം. പക്ഷേ റമദാനിൽ അല്ലാഹു സ്വീകരിക്കുന്നത് പോലെ മറ്റ് ദിവസങ്ങളിൽ അല്ലാഹു തൗബയെ സ്വീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ,
തൗബ ചെയ്യുന്നവന്റെ തൗബയിലേക്ക് അല്ലാഹു ചില കണ്ടീഷനുകൾ വെച്ചത് മാത്രമാണ്, ശേഷം മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ഞാൻ ഉപദേശിക്കുന്നത്, ആദ്യമായി ഞാൻ എന്റെ ശരീരത്തിനോട് പറയുകയാണ്, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നുപോയുള്ള എന്റെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൽ പടച്ചവനെ എല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ എത്രയോ കാലം ജീവിച്ചു. 10-35 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഒരു കുറ്റമെങ്ങാനും കണക്കാക്കിയാൽ തന്നെ 35 പാതകങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടാകുമല്ലോ. ഒരു വർഷം ഒന്ന് കണക്കാക്കിയാൽ മതി. അപ്പൊ 60 വർഷം ജീവിച്ച ഒരാൾ 60 എണ്ണം ഏറ്റവും കുറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കണം. അപ്പൊ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഒരു വർഷം ഒന്നാണ്, ഒരു മാസം ഒന്ന് കണക്കാക്ക്, ഒരാഴ്ച ഒന്ന് കണക്കാക്ക്, ഒരു ദിവസം ഒന്ന് കണക്കാക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സ്വർഗത്തിലും നരകത്തിൽ, അവിടെയാണ് നമ്മളെ പോയിട്ട്. ഒരു ദിവസം ഒന്ന് വെച്ച് കണക്കാക്കിയിട്ട് നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ ഇപ്പൊ തന്നെ പറയാമല്ലോ. നമുക്കിനി മരിച്ച് ഹിസാബിട്ടിട്ട് വേണം, ഇപ്പൊ തന്നെ പറയാമല്ലോ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന സമയം, ഈ 5 ദിവസം ഞാൻ ഒന്നുകൂടി പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളികളൊക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്, പള്ളികളിലൊക്കെ വെള്ളമുണ്ട്, പള്ളികളിലൊക്കെ നോമ്പുകൾക്ക് സൗകര്യങ്ങളുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, നിസ്കരിക്കാൻ നമുക്ക് ആഫിയത്തുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഈ കഴിഞ്ഞ ഈ 2 വർഷക്കാലവും നമ്മുടെ ഈ പള്ളിയിൽ അൽഹംദുലില്ലാഹ് കാരണവന്മാരായി നടക്കാൻ പറ്റാത്ത കാൽമുട്ട് വേദനയുള്ള വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കാരത്തിനൊക്കെ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത അസൂയയും വല്ലാത്ത സങ്കടവുമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കാരണവന്മാരുടെയൊക്കെ വെളിച്ചമാണ് ഈ നാട്ടിലൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത ആൾക്കാരൊന്നും ആയതുകൊണ്ടൊന്നുമല്ല, നമ്മൾ വലിയ ആളായതുകൊണ്ടാണോ? അങ്ങനെ നമ്മൾ വലിയ ആളായതുകൊണ്ടാണെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നായി, നാളൊക്കെ നന്നായി, ഇതൊക്കെ ഭയങ്കര ശോഭയായി വല്ലാത്തൊരു പ്രതീതിയിലാകണമല്ലോ. ആ കാരണവന്മാരൊക്കെ പള്ളിയിൽ വന്നിരുന്ന് ദുആ ചെയ്യാണ്, അവർ ദുആക്ക് ആമീൻ പറയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ നാട്ടിൽ വല്ലാത്തൊരു അനുഭൂതിയും സന്തോഷവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ മാത്രം ഉത്തരവാദിത്തമായി ഒരിക്കലും പള്ളിയെ ഏൽപ്പിക്കരുത്. പള്ളി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ 380 മഹൽ അംഗങ്ങളുടെയും എല്ലാ പുരുഷന്മാരുടെയും എല്ലാ ആണുങ്ങളുടെയും നമസ്കാര സ്ഥലമാണ് പള്ളി. എല്ലാ കുടുംബങ്ങളുടെയും അഭയ കേന്ദ്രമാണ് പള്ളി. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, സാമ്പത്തിക പ്രശ്നം ഉണ്ടായാൽ, രോഗങ്ങളുണ്ടായാൽ നമ്മൾ ഇവിടെ നിന്നാ ദുആ ചെയ്യുന്നത്, ഇവിടെ നിന്നാ പറയുന്നത്, ഇന്ന നാട്ടിലെ ഇന്നയാൾക്ക് വേണ്ടി, ഇന്ന സഹോദരിക്ക് വേണ്ടി, ഇന്ന സഹോദരന് വേണ്ടി നമ്മൾ ഇവിടെ നിന്നല്ലേ പറയുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാകരുത്, നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന ഭവനമാണ് പള്ളി. ഈ പള്ളി നമ്മൾ സുജൂദ് ചെയ്യുന്ന നമ്മുടെ സുജൂദിന്റെ ഇടങ്ങൾ നാളെ പടച്ചവന്റെ മുന്നിൽ വന്നിട്ട് പറയും, അയ്യൂപ്പാടും പള്ളിയിൽ പോയി നിസ്കരിച്ചതാണ്, ഉപ്പുവട്ടം പള്ളിയിൽ പോയി നിസ്കരിച്ചതാണ്, അടിയോടി പള്ളിയിൽ സുജൂദ് ചെയ്ത സ്ഥലമാണ് എന്ന് പടച്ചവന്റെ മുന്നിൽ പോയി പറയണമെങ്കിൽ നമ്മൾ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യണം. അല്ലാതെ നിവർത്തിയില്ല. പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, ഇനി നാളെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന വളരെ വലിയൊരു രാവാണ്. എന്താണ് ഇപ്പോൾ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ ആർക്കാ കൊടുത്തത്? ലൈലത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മദീന മക്ക നിവാസികളാണോ? അല്ല, ഈ അയരൂപ്പാടങ്കാരായ നിങ്ങൾക്കും ഇവിടെ ജോലിക്ക് വന്ന എനിക്കൊക്കെയാണ് തന്നേക്കുന്നത്. എന്തിൻ്റെ പേരിൽ? മുസ്ലിം ആയതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. ആദം നബിക്ക് ലൈലത്തുൽ ഖദർ ഉണ്ടോ? നൂഹ് നബിക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. അവരൊന്നും നിസാരക്കാരെന്നല്ല പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടയാളാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്നത്തെ ജൂതന്മാർ വാളുകൊണ്ട് നേരെ ജീവനോടെ നേരെ പകുതിയായി അറുത്തു വന്ന മനുഷ്യനാണ്. ഇവർക്കൊന്നും കിട്ടാത്ത, അവരുടെ രോമത്തിന്റെ വില പോലും ഇല്ലാത്ത എനിക്ക് നിങ്ങൾക്കൊക്കെ അല്ലാഹ് ലൈലത്തുൽ ഖദർ തന്ന് അനുഗ്രഹിച്ചേക്കാണ്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്ത് പണിയെടുക്കണം? പൈസയൊന്നും ഒരുപാട് ചെലവാക്കണ്ട. നമ്മൾ വുളു എടുത്ത് പള്ളിയിൽ വന്നിരുന്ന് നിസ്കരിക്കുക, ഖുർആൻ ഓതാ, വീട്ടിലിരുന്ന് ദിക്റും സ്വലാത്തും അത് ചെയ്താൽ മതി. ബാങ്കിൽ കിടക്കുന്നതൊക്കെ കിടക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പോക്കറ്റിലിരിക്കുന്നതൊക്കെ അവിടെ ഇരിക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ആരോഗ്യം, നമ്മുടെ സമയം ചെലവഴിക്കാൻ നമ്മൾ വേറെ ആരും പറയണ്ടല്ലോ. അതിന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. അത് തീരുമാനം ഇന്നിപ്പോൾ ഈ വെള്ളിയാഴ്ച എടുക്കണം, ലാസ്റ്റ് വെള്ളിയാഴ്ച എടുക്കണം. ധാരാളം സ്വലാത്ത് ചെല്ലേണ്ട ദിവസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തെ ദിവസത്തിൽ 10 ലക്ഷത്തിലധികം ആളുകളെയാണ്
നരകമോചനം നൽകി അനുഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ രാവിൽ ഒരു വെള്ളിയാഴ്ചയാകുമ്പോൾ ആ ഒരാഴ്ച 1 മുതൽ ആ വെള്ളിയാഴ്ച വരെ എത്ര ദിവസം ഉണ്ടായിരുന്നോ അതിന്റെ ഇൻഡിവിജ്വലാണ് ആ വെള്ളിയാഴ്ച നരകമോചനം നൽകുന്നത്. ഓരോ വെള്ളിയാഴ്ചകളിലും ഇരട്ടിയായി കോടികൾ മാറി ഒരു എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത കണക്കിനപ്പുറത്തേക്ക് നരകമോചനം നൽകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഇപ്പൊ നമ്മൾ തീരുമാനിക്കണം, നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് പടച്ചവന്റെ ലൈലത്തുൽ ഖദർ കിട്ടി അള്ളാഹിന്റെ സ്വർഗം വാങ്ങി ജീവിക്കാനാണോ വേണ്ടത്, അതല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഷോപ്പിംഗും മറ്റുമായിട്ട് നിരത്തുകളിൽ കൂടി നടക്കുകയാണോ വേണ്ടത് എന്ന് നമ്മൾ ഇപ്പൊ ഈ നിമിഷത്തിൽ ഈ പള്ളിയിൽ ഇരിക്കുന്ന തീരുമാനിക്കണം. അള്ളാഹു നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെയ്ത സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ചെയ്യാൻ പോകുന്നതായ എല്ലാ സൽക്കർമ്മങ്ങളും ആവേശത്തോടെ ഈമാനികമായ പ്രഭയോടെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നാഥനായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ നിന്നും എല്ലാ വേണ്ടാത്ത മേച്ഛമായ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.